ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി SIT. വൈകാതെ ഹർജി സമർപ്പിക്കാനാണ് ആലോചന. അതിനിടെ മുൻകൂർ ജാമ്യത്തിനായി രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചു. അതിജീവിതയുടെ പരാതിയിലെയും മൊഴിയിലെയും വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം ജില്ലാ കോടതി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തതിന് നിലവിൽ തെളിവുകളില്ലെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയത് കേസിന്റെ ഗൌരവം പരിഗണിക്കാതെയാണെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. വാട്സ്ആപ്പ് ചാറ്റുകളടക്കം സമർപ്പിച്ചിട്ടും ജില്ലാ കോടതി ഗൌരവത്തോടെ പരിഗണിച്ചില്ല. ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനാണ് ആലോചന. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ജോബി ജോസഫും ജില്ലാ കോടതിയെ സമീപിച്ചത്. യുവതി പറഞ്ഞതനുസരിച്ചാണ് മരുന്ന് എത്തിച്ചു നൽകിയത്. എന്തിനുള്ള മരുന്നാണെന്നോ അത് കഴിച്ചാലുണ്ടാകുന്ന ഗുരുതര സ്വഭാവത്തെക്കുറിച്ചോ അറിയുമായിരുന്നില്ല. തന്നെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജോബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിച്ച പ്രകാരം ജോബിയാണ് മരുന്ന് എത്തിച്ചു നൽകിയതെന്നായിരുന്നു യുവതി നൽകിയിരുന്ന മൊഴി. ജോബി ജോസഫിനെ കേസിൽ രണ്ടാം പ്രതിയാക്കിയായിരുന്നു FIR. കേസെടുത്തതിന് പിന്നാലെ ജോബി ജോസഫ് ഒളിവിലാണ്. മീഡിയ 1 തിരുവനന്തപുരം.